ഹലോ ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പോം പീപ്പിൾ വിൽ ഓൾവേസ് നീഡ് പീപ്പിൾ, റിട്ടൺ ബൈ ബെഞ്ചമിൻ സെഫാനിയ. ബെഞ്ചമിൻ സെഫാനിയ ഒരു ബ്രിട്ടീഷ് റൈറ്ററാണ്, ഡബ് പോയറ്റാണ്. അതുപോലെ തന്നെ പെർഫോമൻസ് പോയട്രിയുടെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ളൊരു പോയറ്റാണ് അദ്ദേഹം. ആക്ടറാണ്, മ്യൂസീഷ്യനാണ് ആൻഡ് ഓൾസോ പ്രൊഫസർ ഓഫ് പോയട്രി. സോ ഇദ്ദേഹത്തിനെ ദ ടൈംസ് ലിസ്റ്റിൽ, അതായത് 2008 ദ ടൈംസ് ലിസ്റ്റിൽ ബ്രിട്ടൻ്റെ ടോപ്പ് 50 പോസ്റ്റ് വാർ റൈറ്റേഴ്സിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം. പിന്നെ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള റേസിസം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജമൈക്കൻ ഹെറിറ്റേജിനെ കുറിച്ചൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ വർക്കിനകത്ത് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ആൻഡ് ദെൻ പെർഫോമൻസ് പോയട്രിയുടെ ഒരു പയനീറാണ് നമ്മുടെ ബെഞ്ചമിൻ സെഫാനിയ. അദ്ദേഹം ആൽബംസ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, സ്റ്റേജിന് വേണ്ടി പ്ലേസ് എഴുതിയിട്ടുണ്ട്, റേഡിയോയ്ക്ക് വേണ്ടിയും ടെലിവിഷന് വേണ്ടിയും പ്ലേസ് എഴുതിയിട്ടുണ്ട്, ഫോർ ചിൽഡ്രൻ, അഡൽട്സ് ആൻഡ് നോവൽസ് ആൻഡ് ഓൾസോ പോയട്രി എഴുതിയിട്ടുണ്ട്, ആൻഡ് ടീനേജേഴ്സിന് വേണ്ടി നോവൽസും എഴുതിയിട്ടുണ്ട്. സോ ടീൻ നോവൽസിൻ്റെ ഒരു നോവലിസ്റ്റാണ് ഇദ്ദേഹം എന്ന് പറയുന്നത്. ഒരു ആക്ടറും ടെലിവിഷൻ പ്രസൻറ്ററും കൂടിയായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ മെസ്സേജ് എന്ന് പറയുന്നത് യൂണിറ്റി, പീസ് ആൻഡ് എക്സ്പ്രഷൻ ത്രൂ ക്രിയേറ്റിവിറ്റി. അതാണ് അദ്ദേഹത്തിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. 16 ഓണററി ഡോക്ടറേറ്റ്സ് കിട്ടിയിട്ടുണ്ട് ഇദ്ദേഹത്തിന്. അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫിയുടെ പേരാണ് ദ ലൈഫ് ആൻഡ് റൈംസ് ഓഫ് ബെഞ്ചമിൻ സെഫാനിയ. 2 മേജർ അവാർഡ്സിന് വേണ്ടി അത് നോമിനേറ്റഡ് ആയിട്ടുണ്ട്. ആൻഡ് ദെൻ ബെഞ്ചമിൻ മരിച്ചത് 2023 ബെഞ്ചമിൻ സെഫാനിയ മരിച്ചത്. സോ ആൻഡ് അനദർ തിങ് എന്ന് പറയുന്നത് ഓൾഡർ ചിൽഡ്രന് വേണ്ടി, അതായത് അദ്ദേഹം സോ കമ്മിങ് ബാക്ക് ടു ദ പോയം, നമ്മുടെ പോയം എന്ന് പറയുന്നത് അതായത് ഹ്യൂമൻ കണക്ഷൻ്റെ ആസ്പെക്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസിനെ കുറിച്ച് എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു പോയമാണ് നമ്മുടേത്. അതായത് പീപ്പിൾ വിൽ ഓൾവേസ് നീഡ് പീപ്പിൾ എന്ന് വെച്ചാൽ നമുക്ക് എന്തായാലും നമ്മളൊരു സൊസൈറ്റിയിൽ നമ്മളൊരു സോഷ്യൽ ആയിട്ടുള്ളൊരു ബീയിങ് ആണ് ഹ്യൂമൻ ബീയിങ്സ് എന്ന് പറയുന്നത്. സോ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് എന്തായാലും ഒരു ഹ്യൂമൻ കണക്ഷൻ അത്യാവശ്യമാണ്. നമ്മൾ എത്ര ഒറ്റയ്ക്ക് താമസിച്ചാലും നമുക്ക് ഏതെങ്കിലും ഒരു പോയിന്റ് ഓഫ് ടൈമിൽ നമുക്ക് എന്തുകൊണ്ടായാലും വെളിയിൽ ഇറങ്ങേണ്ടി വരും, ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും. അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ചും അതിൻ്റെ ആ ഇമ്പോർട്ടൻസ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ മോഡേൺ ലൈഫിൽ ടെക്നോളജിയുടെ കടന്നുകയറ്റം കൊണ്ട് അത് കുറഞ്ഞു വരുവാണെന്നാണ് ബെഞ്ചമിൻ പറയുന്നത്. നമ്മുടെ ഹ്യൂമൻ കണക്ഷൻ അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് വിത്ത് അതർ പീപ്പിൾ, അതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് ഇദ്ദേഹം സംസാരിക്കുന്നത്. അതായത് എത്ര ടെക്നോളജി അഡ്വാൻസ്ഡ് ആയാലും ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും, സപ്പോർട്ടിന് വേണ്ടിയും ലവിന് വേണ്ടിയും കമ്പാനിയൻഷിപ്പിന് വേണ്ടിയും. ആൻഡ് ദെൻ അഡ്വാൻസ്മെൻറ്റ് ഇൻ ടെക്നോളജി എന്ന് പറയുന്നത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ്റെ രീതി തന്നെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഡെസ്പൈറ്റ് ദീസ് അഡ്വാൻസ്മെൻറ്റ് പീപ്പിൾ സ്റ്റിൽ ക്രേവ് ഫോർ ഹ്യൂമൻ ഇൻട്രാക്ഷൻ ആൻഡ് കണക്ഷൻ. അപ്പം ബെഞ്ചമിൻ സെഫാനിയ പറയുന്നത് ടെക്നോളജിക്ക് ഒരിക്കലും ഇമോഷണൽ ഡെപ്തിനെയോ അല്ലെങ്കിൽ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിനെയോ അല്ലെങ്കിൽ ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷനോ കമ്മ്യൂണിക്കേഷനെ റീപ്ലേസ് ചെയ്യാൻ ഒരിക്കലും സാധിക്കില്ല. അപ്പം നമ്മൾ എത്ര മെസ്സേജ് അയച്ചാലും നമ്മളൊന്ന് വിളിക്കുക അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് കാണുന്നതിൻ്റെ അത്രയൊരു ഫീലിംഗ് നമുക്ക് കിട്ടത്തില്ല, അല്ലേ? അപ്പോൾ പോയം ഗോസ് ഓൺ ടു ഡിസ്ക്രൈബ് ദ വേരിയസ് വേസ് ഇൻ വിച്ച് പീപ്പിൾ നീഡ് ഈച്ച് അതർ. എന്തൊക്കെ സിറ്റുവേഷൻസിലാണ് നമുക്ക് ആളുകളെ ആവശ്യം, അതായത് ഇമ്പോർട്ടൻസ് ഓഫ് എംപതി, കമ്പാഷൻ, അതുപോലെ തന്നെ മീനിങ് ഫുൾ റിലേഷൻഷിപ്പിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്നൊക്കെയാണ് പോയിട്ട് പറയുന്നത്. ഈ ക്വാളിറ്റീസ് എല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പേഴ്സണൽ ഗ്രോത്തിനും ഹാപ്പിനെസ്സിനും സാധിക്കുകയുള്ളൂ. ഒരു കമ്മ്യൂണിറ്റിയുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ച്, അതുപോലെ തന്നെ ആളുകൾ ഒരുമിച്ച് വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് ഇത് പറയുന്നത്. സെഫാനിയ ഹൈലൈറ്റ് ചെയ്യുന്നത് യൂണിറ്റിയുടെ പവറിനെ കുറിച്ചാണ്. ആൻഡ് അതുപോലെ തന്നെ പോസിറ്റീവ് ഇമ്പാക്റ്റ് അത് ക്രിയേറ്റ് ചെയ്യുന്നത് ഇൻഡിവിജ്വൽസിനും സൊസൈറ്റിയുടെ മുകളിലും ആ ഒരു യൂണിറ്റിയുടെ പോസിറ്റിവിറ്റി എന്താണ് എന്നാണ് നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരുന്നത്. സോ ഒരു തോട്ട് പ്രൊവോക്കിംഗ് പോയമാണ്. നമ്മളെ റിമൈൻഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹ്യൂമൻ കണക്ഷൻ എന്നുള്ളത് നമുക്ക് ഇൻഹെറൻ്റ് ആയിട്ട് വരേണ്ട ഒരു ക്വാളിറ്റിയാണ്. ആ റിലേഷൻഷിപ്പിൻ്റെ, നമ്മുടെ ലൈഫിലുള്ള ഓരോ റിലേഷൻഷിപ്പിൻ്റെ സിഗ്നിഫിക്കൻസിനെ കുറിച്ചാണ് അദ്ദേഹം എടുത്തെടുത്ത് പറയുന്നത്. ആ ഒരു വാല്യൂ നമ്മൾ അല്ലെങ്കിൽ ആ ഒരു കണക്ഷൻ നമ്മൾ എപ്പോഴും നേർച്ചർ ചെയ്തുകൊണ്ടിരിക്കണം. കാരണം നമ്മുടെ വെൽബീയിങ്ങിനും നമ്മുടെ ഫുൾഫിൽമെൻറ്റിനും നമുക്ക് എന്ത് ചെയ്യണം, ആ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക്, ആ ഒരു കണക്ഷൻ നമുക്ക് വേണം എന്നാണ് പറയുന്നത്. അപ്പം ആ ഒരു ടൈംലെസ് നീഡിനെ കുറിച്ചാണ് ഇദ്ദേഹം സംസാരിക്കുന്നത്. അതുപോലെ തന്നെ ടെക്നോളജി എന്തൊക്കെ വളർന്നെന്ന് പറഞ്ഞാലും അതിന് ലിമിറ്റേഷൻസ് ഉണ്ടായിരിക്കും. ഫസ്റ്റ് വൺ എന്ന് പറയുന്ന ഈ ഒരു ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ്റെ കാര്യമാണ്. അതായത് ഹ്യൂമൻ കണക്ഷൻ. ഫ്രീ വേഴ്സിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ നാച്ചുറലായിട്ട് ഐഡിയാസും ഇമോഷൻസും ഒക്കെ കൺവേ ചെയ്യാൻ ഇദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ആൻഡ് ഇദ്ദേഹം പറയുന്നുണ്ട് സാറ്റലൈറ്റ് ലിങ്കും സൈബർ ചാറ്റും ഒക്കെ ഉണ്ടെങ്കിൽ പോലും, ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷനൊക്കെ ഒരുപാട് ഹൈലൈറ്റ് ചെയ്ത് നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോൾ ഉണ്ടെങ്കിൽ പോലും, ഹൗ എവർ ഡെസ്പൈറ്റ് ദീസ് അഡ്വാൻസ്മെൻറ്റ് നമുക്ക് ജെന്യൂൻ ആയിട്ടൊരു ഹ്യൂമൻ ഇൻട്രാക്ഷന് വേണ്ടിയാണ് പീപ്പിൾ സ്റ്റിൽ ലോങ് ഫോർ. ഓക്കെ, അപ്പോൾ ത്രൂ ഔട്ട് ദി പോയം ഇദ്ദേഹം ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. ഒരുപാട് ഇമേജറിയിലൂടെയും സെൻസറി ലാംഗ്വേജിലൂടെയും അദ്ദേഹം ഹ്യൂമൻ കണക്ഷൻ്റെ ആ ഒരു റിച്ച്നെസ്സിനെ കുറിച്ച് അദ്ദേഹം കൺവേ ചെയ്യുന്നുണ്ട്. നമുക്കൊരു ടച്ച് ഓഫ് എ ഹാൻഡ് അല്ലെങ്കിൽ സൗണ്ട് ഓഫ് എ വോയിസ് എപ്പോഴും നമുക്ക് അത്യാവശ്യമാണ്. അതൊരിക്കലും റീപ്ലേസബിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ല. ടെക്നോളജിക്ക് ഒരിക്കലും അതിനെ റീപ്ലേസ് ചെയ്യാനോ റെപ്ലിക്കേറ്റ് ചെയ്യാനോ സാധിക്കില്ല. ആൻഡ് അതുപോലെ തന്നെ എംപതിയും കമ്പാഷനും പോലെയുള്ള കാര്യങ്ങൾ നമ്മൾ ബിൽഡ് ചെയ്തെടുക്കണം. എന്നാലേ മീനിങ് ഫുൾ റിലേഷൻഷിപ്പ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ മീനിങ് ഫുൾ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് പേഴ്സണലി ഗ്രോ ചെയ്യാനും നമുക്ക് ഹാപ്പിനെസ് ആയിട്ട് അല്ലെങ്കിൽ ഹാപ്പി ആയിട്ട് ഇരിക്കാനും സാധിക്കുകയുള്ളൂ. ഓക്കെ, ആൻഡ് ദെൻ
അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് സപ്പോർട്ട് ചെയ്യുക. ഇൻഡിവിജ്വൽസിന് എന്നാൽ മാത്രമേ ചലഞ്ചസിനെ ഓവർകം ചെയ്ത് ഒരു സൊസൈറ്റി, ബെറ്റർ സൊസൈറ്റി ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നത്. ആൻഡ് ദെൻ അതിനകത്ത് തീംസ് എന്താണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീഡ് ഫോർ ഹ്യൂമൻ കണക്ഷൻ. എന്തിനാണ് ഹ്യൂമൻ ഇൻട്രാക്ഷൻ അല്ലെങ്കിൽ ഹ്യൂമൻ കണക്ഷൻ വേണ്ടുന്നത്, ടെക്നോളജിയുടെ ലിമിറ്റേഷൻസ് എന്താണെന്നും ടെക്നോളജിക്ക് ഒരിക്കലും സപ്പോർട്ട്, ലവ് ആൻഡ് കമ്പാനിയൻഷിപ്പിനെ ഒരിക്കലും റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ലെന്നും ഒക്കെയാണ് അദ്ദേഹം പറയുന്നത്. ദെൻ അനദർ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്ന തീം എന്ന് പറയുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻസ്. ഇമോഷണൽ ഡെപ്തും അണ്ടർസ്റ്റാൻഡിംഗും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻസ് ഹാപ്പൻ ചെയ്യൂ. ടെക്നോളജിക്ക് ഒരിക്കലും ഇതിനെയും റീപ്ലേസ് ചെയ്യാൻ സാധിക്കില്ല. നമുക്ക് ജെന്യൂൻ ആയിട്ടുള്ള കണക്ഷൻസ് അല്ലെങ്കിൽ ഫിസിക്കൽ പ്രസൻസിലൂടെയുള്ള കണക്ഷൻ മാത്രമേ നമുക്ക് എപ്പോഴും നമ്മൾ ക്രേവ് ചെയ്തുകൊണ്ടിരിക്കത്തുള്ളൂ ആസ് ഹ്യൂമൻ ബീങ്. എംപത്തി ആൻഡ് കമ്പാഷൻ ആണ് അടുത്ത തീം. അത് എമ്പതി ഉണ്ടായിരിക്കണം, കമ്പാഷൻ വേണം, നമുക്ക് എന്നാലും ഒരു മീനിങ് ഫുൾ റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഈ ക്വാളിറ്റീസ് ഉണ്ടെങ്കിൽ മാത്രമേ പേഴ്സണൽ ഗ്രോത്തിനും ഹാപ്പിനെസ്സിനും പറ്റത്തുള്ളൂ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇസ് കമ്മ്യൂണിറ്റി ആൻഡ് യൂണിറ്റി. കമ്മ്യൂണിറ്റി എന്നും യൂണിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുക. കളക്റ്റീവ് ആക്ഷനിലൂടെയും സപ്പോർട്ടിലൂടെയും മാത്രമേ ഇൻഡിവിജ്വൽസിന് ചലഞ്ചസ് ഓവർകം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതായത് ഒരു ബെറ്റർ സൊസൈറ്റി ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ ഹ്യൂമൻ കണക്ഷൻ, ലിമിറ്റേഷൻ ഓഫ് ടെക്നോളജി, എംപത്തി ആൻഡ് കമ്മ്യൂണിറ്റി, ഇത്രയും കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ശരിക്കും പറഞ്ഞാൽ പോയിട്ട് ഈ ഒരു പോം എഴുതിയിരിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. താങ്ക് യു.